Hello students. So today we are going to discuss about the process of writing. Unit 3 ആണ് അക്കാദമിക് റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ we need to know about the objective. So the learning objectives are understand the scope and purpose of the audience, then identify the features of academic writing, then understand the process of academic writing, then master the structure of academic paragraph and essay. This is the objective. That means these are the main topics dealing in this chapter. Then നമ്മൾക്ക് എവറിഡേ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അക്കാദമിക് റൈറ്റിങ്ങിൽ റൈറ്റിംഗ് സ്കില്ലിന് കൊടുക്കുന്നത്. സോ നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? വി ഐഡൻറ്റിഫൈ ദ ഓഡിയൻസ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? ലിസ്ണർ ആരാണെന്ന് നോക്കും. ദെൻ അവരോട് ഏത് ടോണിൽ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യും. അപ്പം നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാരാണ് എന്താണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുള്ളൂ. സോ അതേപോലെ തന്നെയാണ് അക്കാദമിക് റൈറ്റിങ്ങിലും. അക്കാദമിക് റൈറ്റിങ്ങിൽ നമ്മൾ എഴുതുമ്പോൾ വി നീഡ് ടു നോ അബൌട്ട് ദി ഓഡിയൻസ് ആൻഡ് ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ്. പേർപ്പസ് എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ റൈറ്റിംഗ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. So the first thing we need to know about the features of academic writing. So features of academic writing എന്നുള്ളതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് ഫോർമൽ, ഒബ്ജക്റ്റീവ് ആൻഡ് ടെക്നിക്കൽ. ഫോർമൽ, ഒബ്ജക്റ്റീവ് ആൻഡ് technical. So these are the another features you can see here. Features and characteristics of academic writing both are same. So complex, objective, specific, concise, formal. Okay. Then key features of academic writing നമുക്ക് കാണാൻ പറ്റും. We need to be accurate. അതായത് accuracy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ vocabulary, facts and figures are used accurately and are consistent with the standard of your field. അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു എഴുതുന്ന ഒരു റൈറ്റിംഗ് ഫോർ സ്റ്റുഡൻസ്, അതായത് കുഞ്ഞു കുട്ടികൾക്ക് കിഡ്സിനുള്ളതാണെന്ന് വെക്കുക. സോ നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ ഭയങ്കര ടഫായിട്ടുള്ള വേർഡ്സൊന്നും യൂസ് ചെയ്യില്ല. നിങ്ങൾ ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, വേർഡ്സൊക്കെ യൂസ് ചെയ്യുള്ളൂ, വൊക്കാബുലറി യൂസ് ചെയ്യുള്ളൂ. ദെൻ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കണം? അക്യുറേറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് എക്സ്പ്ലിസിറ്റ്നെസ്. The relation between ideas is clarified through the use of signaling words and transitions. അതായത് നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസിനെ കൊണ്ട് മറ്റുള്ള സെൻറ്റൻസ് ബന്ധിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ് തമ്മിൽ കണക്ട് ചെയ്യണം. അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എക്സ്പ്ലിസിറ്റ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോംപ്ലക്സിറ്റി. Academic writing incorporates language particular to your audience and the field and addresses more intricate issues than other types of text. അപ്പോൾ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സാധാ ബുക്സ് പോലെ നല്ല നമ്മൾ ഈ അക്കാദമിക് റൈറ്റിംഗ് എഴുതുന്നത്, അതായത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ഫോർമാലിറ്റി. ഫോർമാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ടെക്നിക്കാലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ ഫോർമാലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. അക്കാദമിക് റൈറ്റിംഗ് ഷുഡ് ബി ഫ്രീ ഓഫ് കോൺട്രാക്ഷൻസ് ആൻഡ് സ്ലാങ്സ് ആൻഡ് അബ്രിവേഷൻസ്. അതായത് അക്കാദമിക് റൈറ്റിംഗ് ആണ്, സ്കോളർലി റൈറ്റിംഗ് ആണ്. സോ ഡോണ്ട് യൂസ് കൊളോക്കിയൽ ലാംഗ്വേജസ് ഓർ ഡോണ്ട് യൂസ് ലോക്കൽ ലാംഗ്വേജസ്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനത്തെ ലാംഗ്വേജസ് ആയിരിക്കണം? നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജസ് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ലോക്കൽ സ്ലാങ്സ്, അതുപോലെ തന്നെ ഇൻഫോർമൽ വേർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അബ്രിവേഷൻസ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഈ അക്കാദമിക് റൈറ്റിങ്ങിൽ യൂസ് ചെയ്യില്ല. Next is responsibility. You are responsible for the claims you make and for understanding the source from which you draw. These sources should be reputable. You are also responsible to the people whose work you drawn on to make your claims. This responsibility is reflected in proper in-text citation and proper reference list form. റെസ്പോൺസിബിലിറ്റിയോട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അക്കാദമിക് റൈറ്റിങ്ങിൽ എന്തെല്ലാം എഴുതുന്നു അതിൻ്റെ എല്ലാം
റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കായിരിക്കും. സോ നിങ്ങളിപ്പോൾ മറ്റൊരാളുടെ ഐഡിയാസ് നിങ്ങൾ കടമെടുത്തിട്ടാണ് എഴുതുന്നതെന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് എൻ്റെയാണെന്ന് ക്ലെയിം ചെയ്തു. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ അയാൾ കേസ് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എല്ലാതും നിങ്ങളുടെ മേത്തേക്കാണ് വരിക. സോ യു നീഡ് ടു സ്പെസിഫൈ ദ സൈറ്റേഷൻ. നിങ്ങൾ എവിടെ നിന്നാണ് എടുത്തതെന്നുള്ള കാര്യം കൂടി നിങ്ങളവിടെ അക്കാദമിക് റൈറ്റിങ്ങിൽ കാണിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ എഴുതുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഇതിന്ന് കടമെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബിബ്ലിയോഗ്രഫി എന്നുള്ളതിൻ്റെ അവിടെ സൈറ്റേഷനും കൂടി നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരാളുടെ ഐഡിയ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതും കൂടി നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. യു നീഡ് ടു ഗീവ് ക്രെഡിറ്റ് ടു ദ റിയൽ ഓണേഴ്സ്. ഓക്കെ, ആരാണ് റിയൽ ആയിട്ടുള്ള ഓണേഴ്സ് അവർക്കും കൂടി ക്രെഡിറ്റ് കൊടുക്കണം. പിന്നെ ഇതിൽ എഴുതി വെക്കുന്നതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമായിരിക്കും. Next is objectivity. The emphasis of the writing is on the information you are conveying or the argument you are making rather than on you. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു സ്റ്റിക്ക് ഓൺ ദ സബ്ജക്റ്റ്, അല്ല ഇൻഫർമേഷൻസ് വിട്ട് പോകരുത്. സോ അതിൽ നിങ്ങൾ എഴുതുന്ന ആർഗ്യുമെൻറ്റ്സ് അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ക്ലെയിംസ് അതിൻ്റെ ബേസിലൊക്കെയാണ് നിങ്ങൾ ടോപ്പിക്കിൽ നിന്ന് ഡിവൈറ്റ് ചെയ്ത് പോകുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഇതൊക്കെയാണ് കീ ഫീച്ചേഴ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫോർമൽ, ഒബ്ജക്റ്റീവ് ആൻഡ് ടെക്നിക്കൽ. ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി യൂസ് ദ കറക്റ്റ് ഫോർമാറ്റ് ഓർ സ്ട്രക്ചർ ആൻഡ് ടെക്നിക്കൽ വേർഡ്സ്. അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള വേർഡിലേക്ക് പോകരുത്. Then next one is the process of academic writing. ഈ പ്രോസസ് ഓഫ് അക്കാദമിക് റൈറ്റിങ്ങിലോട്ട് കടക്കുന്നതിന് മുന്നേ വി നീഡ് ടു നോ അബൌട്ട് ദ സ്റ്റെപ്സ് ഓഫ് റൈറ്റിംഗ് ആൻഡ് എസ്സേ. അതായത് ഇപ്പോൾ നമ്മൾ അക്കാദമിക് റൈറ്റിംഗ് എസ്സേ മാത്രമല്ല, ഒരു അസൈൻമെൻറ്റ് ഒരു സെമിനാർ അതൊക്കെ എഴുതാൻ നമുക്ക് പോയിൻറ്റ്സ് കിട്ടണം. സോ നമ്മളതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ് ഓഫ് അക്കാദമിക് റൈറ്റിങ്ങിൽ പറയുന്നത്. There are 3 major processes preceding the submission of an academic assignment. There are pre-writing, writing and revising. Each of these processes involves certain steps to be followed. അപ്പോൾ മെയിനായിട്ടുള്ള പ്രോസസ്സ് എങ്ങനെയാണ്? 3 സ്റ്റെപ്പ് വഴിയാണ്. പ്രീ റൈറ്റിംഗ്, ദെൻ റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകളിലോട്ട് എത്തുന്നതിന് മുന്നേ വി നീഡ് ടു ഡു സം മോർ സ്റ്റെപ്സ്. ഓക്കെ, ഈ പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ്, റിവൈസിങ് എന്നുള്ളതിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പ്രീ റൈറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി. The first step involves choosing a subject. അപ്പോൾ ഇവിടെ decide on what you want to study means choosing a subject or find out on aspect or area within the subject to focus and narrow down to formulate your topic. Understand the purpose and audience of your proposed work. അപ്പോൾ ഇവിടെ ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എന്തിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത് അതിൻ്റെ സബ്ജക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. Then the second point is collect information or expert sources. അപ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് കണ്ടുപിടിച്ചു. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ദ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻസ് കിട്ടും അത് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ആ സോഴ്സസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ടേക്ക് ഡൗൺ നോട്ട്സ്. നമ്മൾ നോട്ട്സ് എടുക്കണം. ആൻഡ് പ്രിപ്പയർ a working bibliography or a list of works to be consulted or quoted. സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സോഴ്സസിൽ നിന്ന് ഇൻഫർമേഷൻസ് എഴുതിയെടുക്കണം. ടേക്ക് ഡൗൺ നോട്ട്സ് ആൻഡ് പ്രിപ്പയർ എ വർക്കിംഗ് ബിബ്ലിയോഗ്രഫി. Then the third one is prepare a framework or structure to work on. അതായത് നമ്മൾ തേർഡ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഫൈനലൈസിങ് ദ ബേസിക് പ്രിമൈസസ്, കീ പോയിൻറ്റ്സ് ആൻഡ് ഓർഗനൈസേഷണൽ പാറ്റേൺ ഓഫ് ദി വർക്ക്. അതായത് നമ്മൾ ഏതാണ് ആദ്യം എഴുതേണ്ടത്, ഏതാണ് രണ്ടാമത് എഴുതേണ്ടത്, അങ്ങനെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ദെൻ ദ ഫോർത്ത് വൺ ഈസ് സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. അതായത് ഡ്രാഫ്റ്റിംഗ് ആണ് നമ്മുടെ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതി തുടങ്ങുന്നു. അതായത് ഇൻട്രോ, ബോഡി പാരഗ്രാഫ്, കൺക്ലൂഷൻ എന്നുള്ള മെത്തേഡിൽ നമ്മൾ എഴുതി പോകുന്നു. ചിലപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ ഓർ തിമാറ്റിക് ബേസിലൊന്നും നമ്മൾ ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് എഴുതി വെച്ചിട്ടേ ഉണ്ടാവുന്നുള്ളൂ.
ഡ്രാഫ്റ്റിംഗ് ബിഗിൻസ് എ ഫോർത്ത് സ്റ്റെപ്പ് ഹിയർ പ്രിപ്പയറിങ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. അതായത് നമ്മൾ റഫായിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് ചെയ്തിന്ന് വരും. ദെൻ going through the draft to ensure there are no structural and thematic inconsistencies. Editing and revising the paper are the major steps involved. Language errors and use of taboo or informal or discriminatory words and expression are to be checked as a part of editing. അപ്പോൾ പറയുന്നത് ആദ്യം നമ്മൾ എഴുതുമ്പോൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ എഴുതി കഴിഞ്ഞ് നമ്മൾ വായിച്ചു നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് സബ്മിറ്റ്. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു കീപ്പ് എ ചെക്ക് ലിസ്റ്റ് ടു വെരിഫൈ ഇഫ് എനിത്തിങ് ഇമ്പോർട്ടൻറ്റ് ഇസ് ലെഫ്റ്റ് ഔട്ട് ബിഫോർ സബ്മിറ്റിംഗ്. അപ്പോൾ ഫൈനലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു നോ എബൌട്ട് ദ മിസ്സിങ് പാർട്സ്. ഓർ നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് ഇടുക, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ആ ലിസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, ആ ലിസ്റ്റ് വൈസ് നമ്മൾ നമ്മുടെ ഈ ഒരു എഴുതിയ ഒരു ഇതിനെ ക്രോസ് മാച്ച് ചെയ്യുന്നു. അങ്ങനെ ശരി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് തിരുത്തണം. അങ്ങനെ ഫൈനലൈസ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രോസസ്സ് ഓഫ് അക്കാദമിക് റൈറ്റിങ്ങിൽ ഉള്ള സ്റ്റെപ്സുകളാണിത്. ഒന്ന്, ഡിസൈഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി, ദാറ്റ് മീൻസ് ചൂസിങ് എ സബ്ജക്റ്റ്. ദെൻ കളക്ട് ഇൻഫർമേഷൻ ഓർ എക്സ്പെർട്ട് സോഴ്സസ്, ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന സോഴ്സസ്, എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്നു, എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്തു, നോട്ട് ചെയ്ത് വെക്കുന്നു. തേർഡ് വൺ ഈസ് പ്രിപ്പയർ എ ഫ്രെയിം വർക്ക് ഓർ സ്ട്രക്ചർ ടു വർക്ക് ഓൺ. അതായത് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്, അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് തയ്യാറാക്കുന്നു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് റൈറ്റിംഗ്. നമ്മൾ എഴുതി തുടങ്ങുകയാണ്. എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് സബ്മിറ്റ്. അതായത് ഒന്നുകൂടി നമ്മൾ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഒന്നുകൂടി റിവ്യൂ ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഈസ് ദ പേർപ്പസ് ഓഫ് ആൻ അക്കാദമിക് റൈറ്റിംഗ്. Purpose in academic writing refers to your reason for writing. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് എഴുതുന്നു. Although the stated reason of an academic assignment is purely academic or educational, it serves certain social, rhetorical and career related purpose as well. അപ്പോൾ പറയുന്നത് പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അക്കാദമിക് റൈറ്റിങ്ങിൽ അർത്ഥം? ഇറ്റ് മീൻസ് റീസൺ ഫോർ റൈറ്റിംഗ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഈ റെറ്റോറിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പർപ്പസ് ഉണ്ട്. ഇറ്റ് മീൻസ് എന്താണ്, അക്കാദമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റ് ഈസ് ടു പെർസ്യൂഡ് ദ ഓഡിയൻസ് ടു തിങ്ക് ദ വേ യു വാണ്ട് ദം ടു തിങ്ക്. അപ്പോൾ അതായത് റീസണാണ് സാധാരണ പേർപ്പസ് ഫോർ അക്കാദമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി റെറ്റോറിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നു. ഓഡിയൻസ് നിങ്ങളുടെ എസ്സേ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച പോലെ തന്നെ അവരും ചിന്തിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ റാഗിങ് എന്നുള്ള ആ ഒരു സംഭവം ശരിയാണെന്നാണ് നിങ്ങൾ വാദിക്കുന്നതെന്ന് വയ്ക്കാം. ഐ മീൻ നിങ്ങളുടെ റൈറ്റിങ്ങിൽ ശരിയാണെന്നുള്ള ആസ്പെക്റ്റോടു കൂടിയാണ് എഴുതുന്നതെങ്കിൽ ആ ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റീഡേഴ്സിന് തോന്നണം റാഗിങ് ശരിയാണെന്ന്. ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു കൺവിൻസ് ദ റീഡർ. അതായത് പെർസ്വേഡ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്. സോ നമ്മൾ ഈ ഒരു പേർപ്പസ് ഓഫ് അക്കാദമിക് റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡറിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ പെർസ്യൂഡ് ചെയ്യിക്കാനായിട്ട് നോക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു കൺവിൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി ആഡ് ചെയ്യിക്കാവുന്നതാണ്. ഇനി കുറച്ച് അസൈൻമെൻറ്റ്സ്, അതായത് അക്കാദമിക് റൈറ്റിങ്ങിലെ അസൈൻമെൻറ്റ്സ് ആൻഡ് സ്കിൽസ് പർപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റിലൊരു ടേബിളുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയാം. ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ് ഓർ ലാബ് റിപ്പോർട്ട് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോൺസ്ട്രേറ്റിംഗ് നോളജ് എന്നുള്ള പർപ്പസാണ് വരുന്നത്. അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്, കോംപ്രിഹെൻഷൻ അതൊക്കെയാണ് അതിൽ വരുന്നത്. ഇനിയിപ്പോൾ ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ, ക്രിട്ടിക്കൽ ഓർ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ, അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസിങ്
someone, ഒരാളെ എന്ത് ചെയ്യുന്നു, കൺവിൻസ് ചെയ്യിക്കുന്നു. ഇനി റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഓർ റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ മെത്തഡോളജി, അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റീസൺ ഫോർ റൈറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് റിസർച്ച് സ്കിൽസ്, നമ്മളിൽ റിസർച്ച് സ്കിൽസ് ഉണ്ടാക്കുക എന്നതാണ് അതിൻ്റെ പേർപ്പസ്. ഇനി കേസ് സ്റ്റഡി, പ്രപ്പോസൽ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ഓർ ഡിസൈനിങ് സ്പെസിഫിക്കേഷൻസ് ഫോർ പ്രൊജക്റ്റ്, അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു പേർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിങ് ഫോർ പ്രൊഫഷണൽ പ്രാക്ടീസ്, ഒരു പ്രൊഫഷണൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് അതെല്ലാം ചെയ്യുന്നത്. So the purpose of your academic writing assignment is usually fixed by your instructor. നിങ്ങളുടെ ഇൻസ്ട്രക്ടറാണ് എന്ത് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി എന്തിനു വേണ്ടിയിട്ടാണ് ഈ അക്കാദമിക് റൈറ്റിംഗ് തരുന്നത്, നിങ്ങളുടെ ലേണിംഗ് ഔട്ട്കംസ്, നിങ്ങൾ എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി നിങ്ങൾക്ക് അക്കാദമിക് റൈറ്റിങ്സ് തരാറുള്ളത്. ഇനി the next one is audience analysis in academic writing. So audience analysis is an important prerequisite for effective communication. നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഓഡിയൻസ് അനലൈസിസ്. അതായത് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനാണ് നമ്മൾ ഈ റൈറ്റിങ്സ് പ്രസൻറ്റ് ചെയ്യുന്നത്. അക്കാദമിക് റൈറ്റിംഗ് ഈസ് നോട്ട് different in this respect. Before venturing into academic writing assignment, you need to have a clear idea about your audience. നിങ്ങളുടെ ഓഡിയൻസ് ആരായിരിക്കണം എന്ന് നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. ഹൂ ആം ഐ റൈറ്റിംഗ് ഫോർ, ആർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എഴുതുന്നത്. വാട്ട് ഡു ഐ എക്സ്പെക്റ്റ് മൈ റീഡേഴ്സ് ടു നോ അബൌട്ട് മൈ ടോപ്പിക്. ഇനി ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഈ റീഡേഴ്സിന് വല്ലതും അറിയുമോ, ഇനി അവർക്ക് ആദ്യം ഒരു ഇൻട്രോ കൊടുക്കണോ, അതൊക്കെ നമ്മൾ ആലോചിക്കണം. Then what do I want my readers to think about my topic. എൻ്റെ ടോപ്പിക്കിനെ കുറിച്ചിട്ട് റീഡേഴ്സ് എന്താണ് ശരിക്കും ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർ ആലോചിക്കേണ്ടത്. ആൻഡ് വാട്ട് ഡു മൈ റീഡേഴ്സ് നോ അബൌട്ട് മൈ ടോപ്പിക്, എന്തൊക്കെ കാര്യങ്ങളാണ് റീഡേഴ്സിന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ റീഡേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഈ അക്കാദമിക് റൈറ്റിംഗ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു അസൈൻമെൻ്റൊക്കെ എഴുതി ഭയങ്കര പോഷ് വൊക്കാബുലറി അതുപോലെ തന്നെ ഇഡിയംസ് ഫ്രേസസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളൊരു എസ്സേ എല്ലാം എഴുതി കൊണ്ടുവന്നു. മേ ബി ആ റീഡർ എന്ന് പറയുന്നത് നിങ്ങളെക്കാളും താഴെയുള്ള ആളായിരിക്കാം. അതായത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരു സംഭവം എഴുതി കൊടുന്നു, വായിക്കുന്ന ആൾ ഒരു സ്കൂൾ കുട്ടിയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ കുട്ടിക്കൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ വരും. A clear idea about your reader and your purpose will make your writing understandable to your audience and help to satisfy their expectations. അപ്പം നിങ്ങൾക്ക് എന്ത് വേണം, ഓഡിയൻസിനെ കുറിച്ചിട്ടുള്ളൊരു ക്ലിയർ ഐഡിയ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ പേർപ്പസ് എന്താണെന്നുള്ളൊരു ഐഡിയ വേണം, എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്, റീസൺ ഫോർ റൈറ്റിംഗ് എന്താണെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഓഡിയൻസ് അത് വായിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവും, അവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഡിപ്പെൻഡിങ് ഓൺ യുവർ ഓഡിയൻസ് യു മേ റൈറ്റ് ടു ഇൻഫോം, justify your stand on a topic and educate the audience on the subject, or to persuade your audience think or act in the way you want them to think a lot. അപ്പോൾ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഓഡിയൻസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ എസ്സേ എഴുതിയതെങ്കിൽ എന്ത് സംഭവിക്കും, അവർക്ക് അത് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു അക്കാദമിക് എസ്സേ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്കത് കൺവേ ആയി കിട്ടും. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ഈ റീഡേഴ്സിന് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ അക്കാദമിക് റൈറ്റിംഗ് കൊണ്ട് അത് അറിയാനായിട്ട് ഹെൽപ്ഫുള്ളാവും. അതുപോലെ തന്നെ എന്താണ്, റീഡേഴ്സിനെ കൊണ്ട് നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് ചിന്തിപ്പിക്കാനായിട്ടും പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് റീഡേഴ്സിനെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കാനും പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഓഡിയൻസ് അനലൈസിസിൻ്റെ ഗുണങ്ങൾ. അപ്പം നമ്മൾ ആർക്ക് വേണ്ടി എഴുതുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അക്കാദമിക് എസ്സേക്കും ഇഫക്റ്റീവായിട്ട് വരും, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനും അത് ഇഫക്റ്റീവായിട്ട് വരും.
സോ ഈ 4 ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർമ്മ വയ്ക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്? ഹൂ ആം ഐ റൈറ്റിംഗ് ഫോർ, ആൻഡ് വാട്ട് ഡു ഐ എക്സ്പെക്ട് മൈ റീഡേഴ്സ് ടു നോ അബൌട്ട് മൈ ടോപ്പിക്, ആൻഡ് വാട്ട് ഡു ഐ വോണ്ട് മൈ റീഡേഴ്സ് ടു തിങ്ക് അബൌട്ട് മൈ ടോപ്പിക്, ആൻഡ് വാട്ട് ഡു മൈ റീഡേഴ്സ് നോ അബൌട്ട് മൈ ടോപ്പിക്. അപ്പോൾ ഓഡിയൻസ് അനലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനലൈസ് ദ ഓഡിയൻസ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റീസൺ ഫോർ റൈറ്റിംഗ്. ഇനി റെറ്റോറിക്കൽ പേർപ്പസ് ആണ് ചോദിക്കുന്നത് എന്താണ്? എബിലിറ്റി ടു കൺവിൻസ് ദ റീഡർ.